അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് നാം തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നമ്മൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിൻ്റെ അധിപൻ നമ്മളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിച്ചു. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്തു നിർത്തി. സർവരും ആദ്യ സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മനുഷ്യരോടെന്നല്ല, മൃഗങ്ങളും മരങ്ങളും സകല ജീവജാലങ്ങളും എല്ലാ ആദ്യ സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സ്നേഹം പുലർത്തി. മാതാവിനോട് ചേ എന്ന് പോലും പറയരുത്. മരങ്ങൾ മുറിച്ചു മാറ്റരുത്. പ്രകൃതിയെ നശിപ്പിക്കരുത്. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ശത്രുക്കളെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.